വലിയൊരു സക്സസ് ആയി മാറി. നോട്ട് എ ജസ്റ്റ് എ സക്സസ്ഫുൾ മൂവി, ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിപ്പീറ്റ് വാല്യൂ മൂവി എവർ എന്നാ. ബണ്ണിയല്ലേ, ഹാപ്പി അല്ലേ? നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട് ഈ സിനിമ കൊച്ചിലേക്ക്? ഞാൻ കൊറേ തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? തന്റെ പേര് വേലപ്പനാവെങ്കിൽ എന്റെ പേര് കാന്തമ്മ നായിക്കൂടെ? അതോ ഹവയും പോലെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഓർമ്മ ഉണ്ടാവണേ. മധുമതിയുടെ ഫീസ് നിങ്ങൾ എന്തിനാ അടയ്ക്കുന്നത്? ഹസ്ബൻഡാ. സൂര്യ ടിവിയിൽ ഇടുമായിരുന്നു സത്യയോടെ. അത് നമ്മളിപ്പോ കണ്ടാലും കാണും അതെങ്ങനെയാണ്. ഓക്കെ, കൊറേ കൊണ്ടിടുന്നുണ്ട് റീൽസ് ഇപ്പൊ, നോക്കാം. വി ഗോട്ട് എന്റർടൈനർ ലിവിൻ ബോഡി ഇൻ സർവമായ. ഞാൻ ഈ പൈങ്കിളി ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കുന്നു. സാറിന് അവനെ പറ്റിയല്ല, കണ്ടില്ലോ. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. കണ്ടില്ല കേട്ടോ, ഇത് കണ്ടില്ല. കാണണം. ഇറങ്ങിയിട്ടില്ലേ? ട്രെയിലറാണല്ലേ? ഞാൻ ഇപ്പൊ അടുത്ത് കുറച്ച് നീമ്പോളിയുടെ സിനിമ ഇറങ്ങില്ലടാ. ഞാൻ അതിനുള്ള ഏതെങ്കിലും ഇതായിരിക്കും എന്നാ വിചാരിച്ചേ. ട്രെയിലർ ആണല്ലേ? അപ്പൊ അത് പിന്നെ എന്താടാ ഇത്? നൗ ഇറ്റ്സ് ടൈം ടു അൺലീഷ് ദ പെർഫോമർ. ആ സിനിമ ഇറങ്ങിയിട്ടാ പോരായിരുന്നത്. ഓക്കെ എന്റെ ഭാഗത്ത് തെറ്റാണ്, മൈ ബാഡ്, സോറി. നെക്സ്റ്റ് വ്ലോഗ് വരുവാടാ. കോഴിക്കോട് കഞ്ചാവടിച്ച് ഈറ്റയെ കളിച്ചവൻ. താമരശ്ശേരിയിൽ ഇന്നലെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ആൾ പിടിയിൽ. ചെറിയ പരാക്രമമല്ല ഇന്നലെ ഈ അബ്ദുൾ റാസിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പുലർച്ചെ 1 മണിക്ക് തുടങ്ങിയ പരാക്രമമാണ്. അത് ഏകദേശം 3 മണിയോടെ നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ കണ്ണിൽപ്പെട്ടു എന്നായപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. താമരശ്ശേരി ചുങ്കത്ത് വെച്ച് ആദ്യം ആംബുലൻസ് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആംബുലൻസ് കടത്തിക്കൊണ്ടുപോകാനാ? ഇതിനാണല്ലേ അതെന്നാ? ചുമ്മാ തടയുന്നു. അതിനുശേഷം ചുങ്കത്ത് ജംഗ്ഷനിൽ തന്നെ വെച്ച് നിർത്തിയിട്ടിരുന്ന ഒരു പിക്കപ്പ് വാൻ എടുത്ത് ഇയാൾ കടന്നു കളയുകയാണ്. വെടിമണ്ണ സ്വദേശിയായിട്ടുള്ള തൊട്ട അയൽവാസിയുടെ കാറാണ് ഇയാൾ പിന്നീട് ഇടിച്ച് തെറിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു ദിവസം മാത്രം ജോലി ചെയ്തിരുന്ന മില്ലിലെ, അതായത് വെളിച്ചെണ്ണ മില്ല്, അതിന്റെ പുറത്ത് ഇയാൾ തീയിടുകയാണ്. ആ തീ ഇടുന്നതാകട്ടെ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് പുറത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തിന്റെ ഡീസൽ ഊറ്റിയെടുത്താണ് അവിടെ തീയിട്ടിട്ടുണ്ടായിരുന്നത്. ശേഷം തൊട്ടടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് പോകുന്നു. ഈ വാഹനം ഇടിപ്പിച്ച പിക്കപ്പ് വാൻ അവിടെ നിർത്തിയിട്ട് മറ്റൊരു പിക്കപ്പ് വാനുമായി ഇയാൾ വീട്ടിലേക്ക് എത്തുന്നു. എനിക്ക് വയ്യട ഇത് എന്തൊരു സീനൊക്കെ. ഓർത്തമാർക്ക് അങ്ങ് രാത്രിയാകുമ്പോ ഇളകും അങ്ങ്. Other state people after seeing this trailer. क्योंकि अभी नहीं तो कभी नहीं. Meanwhile, the comment box itself is showing Kerala. എടാ ഇത് ഇതല്ലേ കേരള സ്റ്റോറി 2 അല്ലേ? കേരള സ്റ്റോറി. ഈ ലൈവ് ഓർമ്മയുണ്ടോ? സം ഇമ്പോർട്ടന്റ് ചേഞ്ചസ് TVA 4 years. ഇത് ഫസ്റ്റ് ലൈവ് ആണോ ഈകളുടെ? എനിക്ക് ഓർമ്മയില്ല. ഈ തമ്മിൽ എനിക്ക് നല്ല നല്ല ഓർമ്മയുണ്ട്. റോക്കറ്റ് അതിതാണോ? ഈ ലൈവിലാണോ ആ സീന്?
ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഈ ലൈവിലാണല്ലേ അത്? 4 വർഷമായടാ സ്ട്രീം 4 ഇയർ. 4 വർഷമല്ലേ ഗൈസ്? നമ്മുടെ സമയം പോകുന്ന പോക്കുണ്ടോ എന്തല്ലേ? നമ്മളെത്തിയും പറഞ്ഞ ഇപ്പോഴും ആ കോവിഡ് വന്നതുകൊണ്ട് സ്റ്റക്ഡ് ആണ് അവിടെ. നമുക്കൊരു 2 വർഷം പുറകിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്ന പോലെ എൻ്റെ മൈൻഡിൽ. മോസ്റ്റ് വാച്ച്ഡ് ലൈവ് ഒന്നും ആ ലൈവ് കണ്ടാലോ? അയ്യോ വേണ്ട. നമ്മൾ ഒരിക്കലും കണ്ടതെടുത്ത് വെച്ച് പിന്നെ കഴിഞ്ഞ പിന്നെ എടുത്ത് കണ്ട് റിയാക്ട് ചെയ്യുന്ന ശോഭമാണ് അത്. അത് എപ്പോഴും അതിന് എന്താ പറയുക, ഫസ്റ്റ് പാർട്ട് പോലെ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ഇതുണ്ടാവില്ല, അതുപോലെ അതൊക്കെ കിടക്കട്ടെ. നമ്മൾ വീണ്ടും ഇത് റിയാക്ട് ചെയ്യണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ പോയി കണ്ടാൽ ആരാ അളിയാ എന്താ പരിപാടി? നല്ല ചൂടുണ്ട്. ചൂടല്ലേ? ചൂടുണ്ടോ? നല്ല ചൂട്. എ സി ഇടാൻ പോലെ എന്തോ ഉച്ചക്കൊന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ഓ എ സി ഉണ്ടല്ലേ? ക്ലീൻ ആക്കിയപ്പോഴത്തേക്ക് ഇതിന്റെ അകത്തുനിന്ന് അവര് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു 8 വർഷത്തെ പുള്ളിന്റെ ഒരു ജോലി തുടങ്ങിയിട്ട് 8 വർഷമായി പുള്ളി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇത്രയും അവസ്ഥയായിട്ട് ഇത്രയും ദയനീയമായിട്ടുള്ള ഒരു എ സി ആദ്യം ക്ലീൻ ആക്കണം എന്നാണ് പുള്ളി പറഞ്ഞതിന്റെ അടുത്ത്. 10,000-1500 വാങ്ങി ക്ലീൻ ആക്കാൻ മാത്രം. കൊറേ ഉണ്ടായിരുന്നു ഒരു എസിക്കോ? എ സി ക്ലീൻ ആക്കാം. ഒരു എ സിക്ക് 3000 നല്ല ആവശ്യം അത് ക്ലീൻ ആക്കാൻ. നല്ല പണിയുണ്ട്. അവരൊരു ബാഗൊക്കെ കൊണ്ടുവന്ന് ഇതില് ഫുള്ള് ഇതിനെ ഫുള്ള് കവർ ചെയ്തിട്ട് അതില് മറ്റേ പ്രഷർ വാഷർ ഇട്ട് അടിക്കും. അന്നേരം അങ്ങനെ പണിയുണ്ട്. ഞാൻ ആ പണിക്ക് പോകാൻ പോണ നാളത്തിട്ട്. 3 കണ്ണാടി നോക്കണം എന്നല്ലേ പറഞ്ഞേ? 3 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പച്ച, മഞ്ഞ, നീല എല്ലാം എന്റെ കയ്യിലുണ്ട്. കണ്ണാടിയൊക്കെ ഉണ്ടല്ലോ, സുന്ദരനാണല്ലോ. ഈ 3 കണ്ണാടി അല്ലോടാ ഞാൻ ഉദ്ദേശിച്ചത്. അത് 2 സൈഡ് കാണാനും ഇത് ബാക്ക് കാണാനും. അതിന് അവൻ 3 കണ്ണാടി മേടിച്ചോണ്ട് വന്നേക്കുന്നു. അത് പോട്ടെ, നിന്റെ പേരെന്തുവാ? ജെ ബാർ. ഇന്ദ്രപ്രസ്ഥ ബാർ, യമുന ബാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബാർ. ജാബറൂട്ടിന്നാ ബ്രോ. ബ്രോയോ? അല്ല ആശാനെ, ഇൻസ്റ്റ ട്രെൻഡിങ് ആവാൻ വേണ്ടി ജെ ബാർന്ന് ഇട്ടയാ. കുടിയന്മാര് കൂട്ടത്തോടെ വന്ന് എന്നെ ഫോളോ ചെയ്ത് 1 മില്യൺ ഫോളോവേഴ്സാ എനിക്കിപ്പോ. അത് ശരി. എങ്കിൽ നിന്റെ പേരെന്തോടാ? ബി അലൻ. ബി അലൻ, നല്ല പേര്. ബാലനെന്നാ. ചുമ്മാ ആശാനെ ബാലൻ പിള്ളേന്നാ. എന്താ സംഭവം? ഇത് മുച്ചിരി. ഇതൊക്കെ എന്ത് ചെയ്തു പറഞ്ഞോളാ സെറ്റാവും. അധികാര കസേരയ്ക്ക് വേണ്ടി മുഴുവൻ ഖാൻസാറും യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു. മറുവശത്ത് 1000 ശൗര്യാംഗർ അതേ കസേര ചുട്ടു ചാമ്പലാക്കാൻ മുന്നേറുന്നു. എന്നാൽ അത് വിധിക്കാനുള്ള അവകാശം ദേവിക്കുള്ളതാണ്. Say my name. കുറച്ചുകൂടി ചരിച്ചിടാവോ? ഇല്ല, ഇനി തലതിരിച്ച് ഞാൻ മറ്റേ ഈ ടേബിളിന്റെ മണ്ടേ കഴിഞ്ഞിട്ട് അവിടെ താഴോട്ട് നോക്കാം. ഞാൻ ഇനി ഒരു ചെറ്റത്തരം കാണിക്കില്ല. ഒരു പരിധി ഉണ്ട്. ഇതൊക്കെ പറയാ. ഇതൊക്കെ പഴയ ഞാൻ സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണെങ്കിൽ കൂട്ടേ. സൗണ്ട് കൂട്ടേ. നിന്റെ ഫോണിൽ ബട്ടൺ ഉണ്ട്, അത് കൂട്ടിയെങ്കിൽ അതിന്റെ ഇറങ്ങി ഒരു വാറിനെ തോപ്പിച്ച് എന്നിട്ട് മാസ് വീഡിയോ ഉണ്ടാക്കി 100 കണ്ടന്റ് വന്നിട്ട്. വാറും തോപ്പിച്ച് സകല അല്ല വിളക്കായിരുന്നു. ഞാൻ നല്ലോണം കേട്ട് സത്യം. എനിക്കൊരു കളിക്കട്ടെ. എന്തായാലും കളിക്കട്ടെ. ഹലോ ഹായ് റൊമാൻറ്റിക് വരണ്ടടാ.
How are you? I'm doing great. How about you? Fine. Yes. What are you doing in UK? Study. What are you studying? Why I study? That's it. That girl. Oh, it's so bright, you know. What the bride? ആദ്യം അല്പം മധുരമാവട്ടെ. Turn off your face brightness. Oh, damn. ഇനിയാണ് എന്റെ ഷോ. Can you tell me which makeup made your face this bright? This is the friendly rose, okay? Okay. ഇപ്പൊ എനിക്ക് സന്തോഷായി. കൊള്ളാല്ലേ പിക്കപ്പ് ലൈനാണല്ലേ പിന്നല്ലേ പിക്കപ്പ് ലൈനൊക്കെ ഉണ്ടാക്കളിയാ ഇംഗ്ലീഷ് അറിയാൻ ഇത് കൊള്ളാം. ഞാൻ ഇംഗ്ലീഷ് ഇതൊക്കെ ഓർമ്മയുണ്ടോ ചന്ദ്രന് അല്ല ഇത് ഷിഫ്റ്റ് ചെയ്യാൻ സമയത്ത് ഷിഫ്റ്റ് ഉണ്ടാവില്ല. Because you are so cute. ഞാൻ പറഞ്ഞു അയ്യോ ലാഫിംഗ് എന്ന് വെച്ചപ്പോഴത്തേക്കും ഈ ഒമേകളൊക്കെ നമ്മള് പണ്ടേ വിട്ട കേസാണ്. ഇപ്പൊ പിന്നെ ഈ അടി ഇപ്പൊ തല്ലുണ്ടാക്കാൻ വയ്യ എനിക്ക്. ഈ കണ്ണാപ്പിക്കൊക്കെ പറ്റത്തുള്ളത് പ്രശ്നം ഇത്. ഫാൻസ് ഫുഡ് എനിക്ക് ഇഷ്ടമല്ല. ഫാൻസ് ഫുഡ് എനിക്ക് ഇഷ്ടമല്ല. മെഹ ഊമ്പാന്നാ വേണ്ട ഇറക്കല്ലേ. ജർമ്മൻ കണ്ണാപ്പി ഇത് കണ്ണാപ്പിന് അടുത്ത പേടി ഞാൻ കാണൂല. തോപ്പിച്ച വാറാവൻ മറ്റേത് പ്ലേ ചെയ്ത ടി വി സൈഡിലെ ചില കണ്ടിയൊക്കെ കളി കളിക്കുന്ന പോയി സ്വന്തം അണ്ടി ഊമ്പി ജീവിക്കണ പുണ്ടച്ചോനെ. കമാൻ നമ്മുടെ കളി കറങ്ങിക്കോ. ഇതായിരുന്നറിയോ ഒരു മിനിറ്റ് ഇതായിരുന്നുണ്ടോ ഗെയിം ചേഞ്ചർ ആണ്. ഗെയിം ചേഞ്ചർ നമ്മളങ്ങനെ പേരും പ്രശസ്തിയൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കളി എപ്പോഴും സൈലന്റ് ആയിരിക്കും. അവർ മൈ പ്ലേ ഈസ് ഓൾവേസ് സൈലന്റ്. എന്താ എസ്പം വിളിക്കല്ലേ ഇന്നാ ഓപ്ഷൻ നാളെ ആർപ്പിൽ മീറ്റിംഗ് വെക്കണം. എടാ നിനക്ക് വലിയ ബാൻ എന്താ കിട്ടി പറഞ്ഞിട്ട് കഴിയട്ടെ. ഞാൻ പറയും സാർ കേൾക്കും. അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ഡയലോഗ് അതവന്റെ അല്ല. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. ക്ലാസിക് സിനിമ കൊറേ നാൾക്ക് ശേഷം ചാടി കൊണ്ട സീൻ ഈ സിനിമയില് മോനെ കിട്ടിയോ? ഓ സ്ക്രീൻഷോട്ട് കിട്ടുന്നുണ്ടല്ലോ. ഇല്ല ബ്രോ നടക്കട്ടെ കൊണക്കിന്ന് പറഞ്ഞായിരുന്നു. ഞാനൊരു കാര്യം പറയാം ബ്രോ. ഇതൊക്കെ മേടിച്ച് കൂട്ടാനാ നല്ലോണം കിട്ടും. പൊട്ടിച്ചിട്ട് പിള്ളേരെടുത്തിട്ട് പണ്ണണ ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ ഇതിന്റെ ബാക്കി കേൾക്കും. അത്രേ ഉള്ളൂ. നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ കൊണക്കത്തില്ല. ഞാൻ നിനക്ക് വണ്ടി ഉറപ്പുള്ളതെന്ന് വിചാരിച്ച് അത് നീ തെറ്റിച്ച് നിനക്കതില്ലെന്ന് നീ തെളിയിച്ചിട്ടാണ് ഇത്രയും കുണച്ചത്. ഫ്രണ്ട്ലി അവിടെ സൈഡിൽ ഇവിടെ സൈഡിൽ പ്രശ്നങ്ങളൊന്നും വരാതെ പോവാന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. എല്ലാരും ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് നീയൊക്കെ നമ്മളെ അങ്ങനെ ഐസായിട്ട് അങ്ങ് നോക്കിച്ചു. കുഴപ്പമില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പിള്ളേര് വാരിക്കൊണ്ട് അങ്ങ് പോവും. ഓക്കെ
നടക്കട്ടെ. ഹലോ ഇത് കണ്ടല്ലേ കണ്ടു ഇത് കണ്ണാപ്പിടി എന്തിനാ എത്ര തന്നവൻ ഇത് കണ്ടത് ഇത് ക്ലിപ്പാണെന്നാ? ക്ലിപ്പിന്റെ അല്ല ഗൈസ്, കാര്യം പറഞ്ഞ അവന്മാര് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പോയത്. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് സംസാരിച്ചത്. അവന്മാര് വന്നിട്ട് ഇതാക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഇത് തോന്നി നമുക്ക്. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല യവന്മാരിനി ഇത് എങ്ങാനും ജയിച്ചു കഴിഞ്ഞാൽ കൊണ അടിക്കുമെന്ന് ഇങ്ങനെ ആരൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ലടാ, അത് ഓൾറെഡി നമ്മൾ സംസാരിച്ച കേസാണ്, അവരെ സൈഡിൽ നിന്നൊന്നും വരത്തില്ല എന്നുള്ള രീതിയിൽ. ബാക്കിയൊക്കെ നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം. ഡേറ്റിംഗ് എ വിർജിൻ ബോയ്സ് ലൈക്ക് ഫൈൻഡിങ് എ ഡിനോസർ എന്നാ? എടാ വിർജിൻ ബോയ്സിനെ കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്? പിന്നെന്താ, നീ വിർജിൻ അല്ലേ? പിന്നല്ലേ 2 വട്ടം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കണം, എന്തിനാണ് ഈ വെർജിൻ നോക്കണേ? അല്ല, വെർജിൻ ബോയ്സിന് എന്തിനാണ് നോക്കണേ? എക്സ്ട്രാ എന്തെങ്കിലും ഇല്ലല്ലേ? എക്സ്ട്രാ എന്തായാലും ഉണ്ടാവും അല്ലേ? എനിക്ക് അറിയണത്തിന് ചോദിക്കുന്നത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് അത് അറിയണത്തിന് ചോദിക്കുകയാണ്. പിന്നെ നീ خش فصلة يا اخي تفوز والله خش رقصة يا اخي دوس عندي خش فصلة ഇതൊക്കെ തോന്നിയാസമാണ് ബ്രോ. പ്രശ്നമായിരിക്കും. ഓറ പോസിറ്റീവ് വൈബല്ലേ അല്ലേ? ഓറ തന്നെടേ ഇങ്ങേര് പോസിറ്റീവ് അല്ലേ? മമ്മൂട്ടി മോഹൻലാലൊക്കെ വരുമ്പത്തേക്ക് ഒരു പ്രത്യേക ഒരു ഓറയാണ്. സീരിയസ് ആയിട്ടാ. നമ്മള് ഇത്രയും വർഷം നമ്മൾ അവരെ മൂവി കാണുവാണ്, മനസ്സിലായില്ലേ? നമ്മളുടെയൊക്കെ ഒരു ചേട്ടനെ പോലെ, അല്ലെങ്കിൽ ആ ഒരു ഇതാണ് നമ്മുടെ മൈൻഡിലൊക്കെ, മനസ്സിലായില്ലേ? നമ്മള് കണ്ട് ചേട്ടൻ, അങ്ങനത്തെ ആ ഒരു സാധനം ഇങ്ങനെ തലയിൽ കയറി ഇരിക്കുന്നുള്ളതുകൊണ്ട് നമുക്കത് ആ ഒരു സാധനം വരത്തുള്ളൂ നമുക്ക് മൈൻഡില്. അപ്പുറം എപ്പോഴും ഒരു മൂവിയിലോട്ടൊക്കെ വരുന്നതെന്നാ അടുത്തുണ്ടാവും അല്ലെ? അത് പറഞ്ഞില്ലല്ലേ? അടുത്ത ക്യാരക്ടർ വരുന്നുണ്ട്. എന്താ വണ്ടി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ? ഇതെന്താന്ന് നമ്മുടെ ഗ്യാങ് കൊണ്ട് ഇത് നമുക്ക് 3 വണ്ടിയുണ്ട്. ഇത് ഷിന്ന് മെക്ക. ഇതിന്റെ പേരെന്തായിരുന്നടാ? ഗോഡ്സില്ല. ഇത് ഗോഡ്സില്ല അല്ലേ? ഇല്ലല്ല, ഇത് ഗോഡ്സില്ല. ഇതല്ല ഗോഡ്സില്ല, ഇത് ഗോഡ്സില്ല. മറ്റത് ഷിൻ ഗോഡ്സില്ല. പിന്നെ മറ്റത് മെക്ക. ഒരു വണ്ടി കൂടി കയറ്റാണ്ടല്ലേ? ഇതിങ്ങനെ ഇത് കാണുന്നല്ല, ഇതുപോലെ നല്ല ലുക്കാണ്. ഇവൻ ചെയ്തിട്ടുണ്ട് കുറെ ഫോട്ടോ, ലെവി എടുത്തിട്ടുണ്ട് അതിന്റെ. നല്ല വണ്ടിയാണ്. ഹലോ പറയൂ. ഇത് മറ്റേ ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ആ സാധനക്കാരന്റെ ഓഫീസ്. ഞാൻ മറ്റേ പഞ്ചായത്തിന്റെ അടുത്തൊരു മറ്റേ അംഗനവാടി ഇല്ലേ? ഉണ്ട്, മനസ്സിലായി. അംഗനവാടിന്റെ തൊട്ട വീടാണ്. ഞാനൊരു 2-3 ദിവസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടില് മാത്രം കറണ്ട് ഇല്ല, ബാക്കി എല്ലായിടത്തും കറണ്ട് ഉണ്ട്. അതൊന്ന് വന്ന് നോക്കാൻ വേണ്ടിട്ട് നിങ്ങള് ആരും ഇതുവരെ വന്നിട്ടില്ല. എന്താ അത്? നിങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവിടെ. ഇന്നലെ ആര് വന്നു? കറണ്ട് ഇല്ല എപ്പോഴും വീട്ടിലോടോ. ഇന്നലെ വന്നപ്പോ ഒരുപാട് തവണ ഫോണിൽ ബെല്ലടിച്ചു, പക്ഷെ നിങ്ങളാരും പുറത്തു വന്നില്ല. ബെല്ലടിച്ചിട്ട് കാര്യമില്ല, ബെല്ല് വർക്ക് ചെയ്യില്ല. കറണ്ട് ഇല്ലേ? കറണ്ട് ഉണ്ടെങ്കിലല്ലേ ബെല്ല് വർക്ക് ചെയ്യുള്ളൂ. കറണ്ട് ഇല്ല അവിടെ. ഇല്ല, ഇപ്പൊ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. നിങ്ങളേത് ഈ നായിനൊക്കെ ആരെ പണിക്കെടുത്ത് വേങ്ങ? എടാ നിനക്കെന്തോ ഇവിടെ വന്നിട്ട് ഹലോ എന്ന് വിളിച്ചാ വിളി കേൾക്കാൻ പറ്റത്തില്ലെന്നാണോ? ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? അഹങ്കാരിയായി മാറുന്നുണ്ട് നീ. ചേട്ടാ കേട്ടില്ല, സത്യമായിട്ട് കേട്ടില്ല. സുന്ദരനാ പിന്നെ എടാ എന്റെ ഇടത്തെ കണ്ണ് അടിച്ചു പോയടാ മോനെ. എന്താ ചേട്ടാ? എനിക്കറിയൂടാ, കണ്ണില്ല. ഒരുമാതിരി ചുവന്ന് തുടുത്ത്
ഒരു കണ്ണടയ്ക്കുമ്പോ എന്തോ ഫീൽ ചെയ്യുന്നു, എന്തോന്ന് അറിയത്തില്ല. കണ്ണടയ്ക്കുമ്പോ മുന്നിൽ ആരെങ്കിലും വരുന്നുണ്ടോ ഏട്ടാ? നല്ലടാ, കണ്ണിനകത്ത് മറ്റേ എന്തോ തടയുന്ന പോലെ തോന്നത്തില്ലേ നമുക്ക്? അല്ല, മുന്നിൽ ആ വെളിച്ചമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഇതുവരെ ആരും വന്നിട്ടില്ല. എന്നെ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടോ? ഇല്ല, പിന്നെ ഒരു തലയുടെ ബാക്കിൽ ഒരു ഓറയൊക്കെ ആയിട്ട്. ഓറയല്ല, ഓറയായിട്ട് തന്നെ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ വെർജിൻ ആണോ? എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പബ്ലിക് പ്ലാറ്റ്ഫോം പിന്നെ ചോദിക്കേണ്ടതാണോടാ ഇതൊക്കെ? കുഴപ്പമെന്താ ചോദിച്ചാ? ഗോ ടു ഹോസ്പിറ്റൽ ആസാപ്പ് വെർജിൻ ആണ് ഇത്. നമ്മള് ഇത് ഉണ്ടായിരുന്നു, ഒരു റീൽ ഉണ്ടായിരുന്നു, അപ്പൊ അതിനകത്ത് ഇങ്ങനെ നമ്മള് പറഞ്ഞു. ഞാൻ വെർജിനാണ്. എത്ര വട്ടം വെർജിനാന്നോ? ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ചേട്ടനെ വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. എന്തുവാടാ? അല്ല, ഞാൻ വെർജിൻ ആയിട്ടുള്ള ആളെ കാണണം, അപ്പൊ അതിനായിട്ടുള്ള ഡൗട്ട്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നീ വെർജിനാണോടാ? ചേട്ടാ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് എന്താ ചേട്ടാ ചോദിക്കുന്നത്? എനിക്ക് നിന്റെ അടുത്ത് മുന്നോട്ട് ചോദിക്കാം. ചേട്ടാ നമുക്ക് ഈ ടോപ്പിക്കൊക്കെ വിട്ടിട്ട് നമുക്ക് ഡിസ്കോർഡ് ടോൺസിലോട്ട് നമുക്ക് കിടക്കാം. ഇല്ലടാ, അത് മോശം കേട്ടോ, അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചോദിക്കാൻ പാടില്ല. ചന്ദ്രൻ പറഞ്ഞത് ചന്ദ്രന്റെ വെർജിനിറ്റി 2 മാസം മുന്നേ പോയെന്നാ. ഇതൊക്കെ എന്ത് ചേട്ടാ കാണാവോ? ചേട്ടാ ഡിസ്കോർഡ് റിയാക്ഷൻ ഞാനൊന്നും കാണുന്നൊന്നുമില്ല, ഞാൻ പോവാ. എനിക്കാണെങ്കിൽ കണ്ണെന്തോ പ്രശ്നം ഉണ്ടോ? എല്ലാരും കണ്ണാടി വെച്ചൊക്കെ ഗെയിം കളിക്കണേ. ഞാൻ 5 വർഷമായിട്ട് ഏട്ടാ ഈ ഒരു കണ്ണാടി വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. എന്റെ 5 വർഷത്തെ മുന്നത്തെ ലൈവ് നോക്കിയാൽ ഈ കണ്ണാടി എന്റെ കണ്ണി കാണും. അതുകൊണ്ട് എനിക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതുവരെയായിട്ട്, അതായത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ഈ കണ്ണാടി എപ്പോഴും യൂസ് ചെയ്യണം കേസ്. നിങ്ങളൊരു ഫോണൊക്കെ സ്ക്രീൻ ടൈം ഒക്കെ എല്ലാവരും കൂടുതലാണ് ഇപ്പൊ ഭയങ്കരമായിട്ട്. അപ്പൊ യൂസ് ദിസ് ഗ്ലാസ്. ഇതിനെന്താ പറയുന്നത്? ബ്ലൂറേ അങ്ങനെ. ചേട്ടാ നമ്മള് 20 ഡിന്നർ അടുപ്പിച്ചായി, 20 കളി ജയിച്ച്. അപ്പൊ എല്ലാരും ഇങ്ങനത്തെ ക്ലാസ് വെച്ചേക്കണ. കോസ്റ്റ് പല റേറ്റിലും ഉണ്ട്, 1000 തൊട്ട് ഉണ്ടെന്ന് പറഞ്ഞൊരു വിശ്വാസം. നല്ലതൊക്കെ നടക്കട്ടെ. ഓക്കെ, ശരിയാട്ടാ. ഓക്കെ. ചന്ദ്ര എനിക്ക് പറഞ്ഞ വാങ്ങിച്ചാ പക്ഷെ ഇത് കൊറേ ഇറങ്ങിയത്. Focus on the green hood. Once was a ship that put to sea, and the name of the ship was the Billy O.T. The winds blew harder, bowed it down below, my bully boys blow. Soon may the wellermen come to bring us sugar and tea and rum. One day when the tonguing is done, we'll take our leave and go. ഇതൊക്കെ നമ്മള് പണ്ടേ എടാ ഇതായിരുന്നു ഗ്രീൻ ഹുഡി, അതിന് അത് മാറ്റി ഇതിലോട്ടെ, അത് മാറി ഇതിലോട്ടെ. അല്ല, ആ കളർ ചേഞ്ച് ആവുന്നുണ്ട്. എന്ത് ചേഞ്ച് കണ്ട ലൈറ്റ് ആയണ്ടാ കണ്ട ചേഞ്ച് ആയില്ലേ? നമുക്ക് മനസ്സിലായില്ല. ചേഞ്ച് ചെയ്തത് കളർ എഡിറ്റിംഗ് എന്താണ് ആണല്ലോ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഓ എന്തൊരു കാളത്തലയാ. அந்த மாதிரி ഇത് ഞാൻ കണ്ടിട്ടില്ല ലൈഫില്. ഇത് ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. കാണാൻ പോണോ ഇതൊക്കെ? സത്യം നാട്ടിലൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ
കുറച്ചുകൂടി മറ്റേ വൈബ് കിട്ടത്തുള്ളൂ. കണ്ടമാന കാശ് കൊടുത്ത് ഇറങ്ങി ഇത് നമ്മൾ കണ്ട പക്ഷെ കൊള്ളാം ഇത് പക്ഷെ കുറെ ഓടും. ഞാൻ പറഞ്ഞില്ലേ ഈ ലാസ്റ്റ് ഷോട്ടെക്സിന്റെ ഒരു അടിപ്പടമായോണ്ട് അതിന്റെ കട്ട് സീനൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതിന്റെ എല്ലാ സീനും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ഇനി ഓടും ഒരു 2-3 വർഷം എനിക്ക് തോന്നുന്നു. 2 വർഷമൊക്കെ ഉണ്ടാവോടാ ആർപി ഉണ്ടാവോ? ആർപി ഒരു 2030 ഉണ്ടാവും. ഇപ്പൊ എത്ര നമ്മള് പ്രതീക്ഷിക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് പണ്ട് പ്രതീക്ഷയായിരുന്നു പബ്ജി ഇങ്ങനെ ഇത് വരുന്നില്ല. അപ്പൊ അതാ 30 വയസ്സാകുന്ന പ്രതീക്ഷിച്ചായിരുന്നോ? ഇല്ല. ഏതൊരു സംഭവിക്കാം. അല്ലല്ലമ്മ നിർത്തിയെന്നാ നോക്കാം. GTA 6 വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ഏത് വരെ ഓടും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. GTA 6 വരുമ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പറ്റുന്ന എന്റെ ഒരു നിഗമനത്തില് GTA 6 ഒരു ടേണിങ് ആയിരിക്കും. ഒരു GTA 5 കൺവേർട്ട് ചെയ്യണമല്ലോ. പിന്നെ 5 കൺവേർട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അറിഞ്ഞൂടാ എങ്ങനെയാണ്. ഈ വർഷം ഉണ്ടല്ലോ GTA 6. നവംബർ 19 അതല്ലേ GTA 5 ഇറങ്ങുന്ന ദിവസം നമുക്ക് കൊച്ചുണ്ടായി കഴിഞ്ഞ ഗെയിം. അതന്നെ നവംബർ 19 കൊച്ചു ജനിക്കുന്ന ദിവസമാണെങ്കിൽ GTA 6 ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. അതിപ്പഴേ ട്രൈ ചെയ്യണം. പക്ഷെ വേണ്ടവരെല്ലാരും പറഞ്ഞോടല്ലേ എടുത്തിട്ട് ആള് ബാഗ് എടുത്ത് ഇറങ്ങി കേട്ടാ. ബാഗ് എടുത്തൊക്കെ പോയി. ബാഗ് അപ്പുറത്ത് വെക്കാൻ പോയ അളിയാണ്. എന്തിനും തെറ്റിയിരിക്കില്ല അളിയനെ. തെറ്റിയിരിക്കില്ല. അപ്പുറത്ത് ബാഗ് ഒന്ന് വെക്കാൻ പോയതാ. തോന്നിയ ദിവസം പറയാണ് അതിലല്ലേ. അടുത്ത വീഡിയോ ആണ്. പ്രയത്തിന് ചുമാക്ക് പോണം. ഇപ്പങ്ങള് പരമേശ്വരം കണ്ടില്ല നിങ്ങള്? ഇയാളെ വേണ്ടാന്ന്. ഇയാളൊരു ബോറിംഗ് സാധനം. ഇത് ലൊക്കാൻഡും അല്ല. എനിക്കത് നോക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വന്നൊരാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. എനിക്ക് അവിടെ ഒന്ന് ചോദിക്കല്ലോ എന്ന് പറഞ്ഞ ആള് പോയി. ഇയാൾ ഈ പരമേശ്വരൻ 68 വയസ്സുള്ള പരമേശ്വരന്റെ അടുത്തല്ല എന്ത് ചോദിക്കാനാണ്? പെൻഷൻ കിട്ടിയോന്നാ കാര്യങ്ങളാണത്. ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കൂല. അപ്പൊ നിങ്ങൾ ചെയ്താ പറഞ്ഞ അതിന് ട്രേഡിംഗ് ഒന്നല്ല. ഇത് സൈറ്റാ. അല്ല ഇത് ഫൺ വീഡിയോ ലൈസ് കാണാം. വേറെ നിങ്ങൾ ഇതൊന്നും ഇല്ലാണ്ടാണോ വന്നേക്കണേ? പുളിയച്ചാറോ അങ്ങനല്ല. ആൾക്കാരെ നല്ലൊരു പെണ്ണിനെ നോക്കി പിടിച്ച നമ്മ ഉദ്ദേശിച്ച ആളല്ല. ഞാൻ വിചാരിച്ച് മന്ത്രവാദിയെ ഇത് നല്ലൊരു സാധനം. ആറ്റം ചെറുക്കനെ തന്നെ ഇറക്കിക്കോ. വാ ഇപ്പാണ് കളിയൊരു ഉഷാറായത്. വാ എവിടെ വെക്കണോ? ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം. വാ എടാ ഇത് ശരിക്കും കളിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ടോ? ശരിക്കും അങ്ങനെ ഉണ്ടോ? കുറെ പേര് പറയണ്ടേ ഇതൊക്കെ ഉള്ളതാണ്. എനിക്ക് നമുക്കൊന്നും എന്താ ചെയ്ത് വെക്കണം. ഇതെന്താ ഇത് മറ്റേ പയ്യനല്ലേ? അതല്ലേ റൈറ്റിരിക്കുന്ന മറ്റേ? അറിയില്ല എഴുതിട്ടുണ്ടല്ലോ. ഫേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അറിയത്തില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൂ. മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ അല്ലേ? വാസുവിന്റെ കീബോർഡ് പോലെ ആയില്ല തോന്നുന്നു. യുവരാജാ എന്റെ ക്യാരക്ടർ. പക്ഷെ പെട്ടെന്ന് ഒരു യുവരാജനെ പോലെ
യുവരാജ യുവരാജ് സിംഗ് കൊള്ളാം സാധനം കൊള്ളാം അടിപൊളി നൈസ് ഗേറ്റ് ഇസ്മായിൽ പ്ലസ് ഉസ്മാൻ ഉസ്മാനാണോ ഇത്? ഇതാണോ ഉസ്മാൻ? ഓ തന്നെ ഉസ്മാൻ കൊറിയൻ ഇസ്മായിൽ. ഓക്കെ മനസ്സിലായി ഇവരാണല്ലേ? ഓക്കെ ബ്ലാക്ക് ഷോ മനസ്സിലായി. Got it. For a second gravity just gave. ഇതൊക്കെ ഏടാ, ഇതൊക്കെ ഇതൊക്കെ ഫേക്ക് ലാസ്റ്റ് ഒന്ന് നോക്കിയാ ഞാൻ സൺ ട്രൈ അടിച്ചാണ് ചുമ്മാ കുറച്ച് ദിവസം മുമ്പ്. ഇതാ സൗണ്ട് ഇല്ലടാ, സൗണ്ട് ചുമ്മാ ഇതാക്കിയത് ഇത് കൊള്ളാം പാട്ട് വിട്ട് സെറ്റ് ചെയ്ത് ഏടാ ഇത് ഇത് കൊള്ളാടാ. ഇതിലെടുക്കാൻ പറ്റും നമ്മളെ മറ്റേ ഇതൊക്കെ മറ്റേ നീ എന്തിനാ ഇട്ട? ഇതൊക്കെ വല്ല കണ്ടന്റിൽ കയറ്റിക്കൂടെ നിനക്ക്? ഇതൊക്കെ എന്തിനാ? ഇത് കൊള്ളൂല. ഞാൻ വേറെ സാധനം ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇതൊരു പാട്ടോട്ട് ചെറിയൊരു സിറ്റുവേഷൻ ആയിട്ട് തന്നാണ് ഞാൻ ഇട്ട് കത്തിക്കാൻ പോടും. തന്നാണ് പെട്ടെന്ന്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. നമ്മള് ഡിസ്ക്ലൈമർ പറയണം ഗൈസ്. ബ്ലാക്ക് ഉസ്മാൻ ഓക്കെ മനസ്സിലായി. ബോട്ട് കണ്ടോ? ഞാനേ താഴെ നോക്കിട്ടാ. വെയിറ്റ് ഇവ ആരാണ് കോച്ച്? ഇവൻ അന്ന് സിറ്റുവേഷൻ അല്ലേ, ഞാൻ ചത്തവിടെ അടിയിൽ കിടക്കുവായിരുന്നു. ഇവനെ എന്തിനാണ് ബോസ് എന്ന് വിളിക്കുന്നത്? ഇത് മതി ഈ സിറ്റുവേഷനില് ആ പുകവലിക്ക സാധനം കണ്ടന്റ് റെഡി. ബോട്ട് കണ്ടോ? ഞാനേ താഴെ നോക്കിട്ടാ. വെയിറ്റ് ഇവ ആരാണ് കോച്ച്? ഇവൻ ഇവനെ എന്തിനാണ് ബോസ് എന്ന് വിളിക്കുന്നത്? സാധനം കിട്ടില്ലേ? സാധനം കിട്ടില്ലേ? കാര്യം അറിയാമോ? ഇത് കണ്ടാ നീ? എന്താ ലവി? ആ ആർപിയിലില്ലേ ഏറ്റവും കൂടുതൽ പള്ളുള്ളി ഇട്ടാ ഞാനാണ്. അതിന് ഈ ഈഗിൾ ബ്രോന്റെ ആരെയാ ഫോൺ വിളിച്ചെന്ന് പറയുന്നില്ലേ? അത് മനസ്സിലായി. നീ അല്ലെന്ന് മനസ്സിലായത്. അതപ്പ തന്നെ മനസ്സിലായി. അതല്ലേ ചാറ്റുകളോ ഏതാണ് ഈ കുണ്ണേന്നൊക്കെ പറഞ്ഞ് ചാറ്റൊക്കെ തുടങ്ങി. എടാ ഇത് കണ്ടാ നോക്കിക്കോണേ. Bro, are you fine, bro? Yes, bro. Are you single? Single. Okay, bro. Can I do a play? ബാക്കിയാണ് ഞാൻ തന്നെ മ്യൂസിയത്തിലുണ്ടായിരുന്നു. One chance, please. എന്ത് ചാൻസ്? Let's try. Try one. എന്താടാ മനുഷ്യന്റെ പിള്ളേ ഞാൻ വല്ല മനുഷ്യ എറിയ നിന്നെ കുണ്ട വാമന
ഇപ്പൊ സീനുണ്ട് അളിയാ. one time try once and you will never skip. ഒരേ ഒരു തട ട്രൈ ചെയ്യ് പ്ലീസ്. കണ്ണപ്പി അവന്റെ അടുത്ത് ട്രൈ ചെയ്യാൻ പറ. അളിയ കണ്ടാളി ഇത് സ്ട്രീം ആയോണ്ടാണ് അനീഷ് ഒമേൽ കയറിയിട്ടില്ല. സെക്കൻഡ്